ഏതായാലും ഞാൻ അമീൻ അഹമ്മദ് മങ്കട. ഓക്കെ, ഞാൻ മുസ്തഫ അൻസാരി എപ്പിക്കാട്. ഓക്കെ, നമ്മുടെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ട്. എന്താണ് പേര്? റസാൻ ബിൻ ആഷിഖ്. റസാൻ ബിൻ ആഷിഖിനെ എനിക്ക് പരിചയമുണ്ട്. ഓക്കെ ഓക്കെ പരിചയം ഉണ്ടാവില്ല. ഓക്കെ, നമ്മളെ കുഞ്ഞു ആങ്കറാണ് അല്ലേ? യെസ്. ഓക്കെ, അവന് എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിലാണല്ലേ? ഓക്കെ, മാഷാ അല്ലാ, ഖൈർ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഷറീനു. ഇമ്മ, ഇപ്പ, പപ്പ, മമ്മ. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഞാനും അനത്തി പിന്നെ ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ട്. മാഷാ അല്ലാ. ഇൻഷാ അല്ലാ. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നമ്മുടെ അടുത്തുള്ള റസാൻ ഇബ്നു ആഷിഖാണ്. ഇൻഷാ അല്ലാ, അവൻ ചോദിക്കും. ഇൻഷാ അല്ലാ. ഒരു മനുഷ്യൻ അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ചോദ്യം നമസ്കാരാണോ ഫസ്റ്റ്? ചോദ്യം ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു മനുഷ്യന് അള്ളാഹുവോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്താണ്? ആദ്യമായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹുവിനെ. ഇൻഷാ അല്ലാ. റസാൻ നമ്മുടെ കൂടെയുള്ള കുട്ടി ആങ്കർ നമ്മളോട് ചോദിക്കും. ഇൻഷാ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം, വിശ്വാസിയാവുകയില്ല. അള്ളാഹു ആണ് സത്യം, വിശ്വാസിയാവുകയില്ല. അള്ളാഹു ആണ് സത്യം, വിശ്വാസിയാവുകയില്ല. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ചോദ്യം വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നമ്മളെ റസാനാണ് ചോദിക്കുന്നത്. 2ാം ക്ലാസ്സുകാരനാണ് റസാൻ. നീ നിന്റെ അയൽവാസിക്ക് നന്മകൾ ചെയ്യുക, നിനക്ക് നിർഭയനായ ഡാഷ്. യെസ്, ചോദ്യം വ്യക്തമായി എന്നാണ് വിചാരിക്കുന്നത്. നീ നിന്റെ അയൽവാസിക്ക് നന്മകൾ ചെയ്യുക. എങ്ങനെ? ഒരുപാട് സംശയങ്ങളും. അതായത് ജയിച്ചേ അടങ്ങും. അതൊരു ഇതാട്ടോ, ആവേശം. ദീനിനോട് ആ അറിവിനോടുള്ളൊരു ആവേശം തന്നെയാണ് അല്ലേ റസാനെ? അതുകൊണ്ട് നമ്മളതിന് പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമ്മൾ വിജയിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു പരിപാടിക്ക് ഒരു ഇല്ലേ? അതെ, എന്നാലല്ലേ നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചുവന്ന ഒട്ടകത്തെ ലഭിക്കാറിഞ്ഞാലേ അതിൻ്റെ പിന്നിൽ ഒരുപാട് അറബികൾക്കിടയിൽ വലിയൊരു ചരിത്രങ്ങളുണ്ട്. കാരണം നമ്മളെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വീടിൻ്റെ ഉമ്മരത്ത് വൈക്കോലുണ്ട അല്ലെങ്കിൽ ആല അല്ലേ, പശുക്കളി എന്തിനൊക്കെ വളർത്തുന്നത് ഞങ്ങൾക്ക് അറിയാം. റസാനത്തൊന്നും ചിലപ്പോൾ കണ്ട് പരിചയം ഉണ്ടാവില്ല അല്ലേ? ന്യൂ ജനറേഷൻ കുട്ടിയാണ് റസാൻ. അപ്പോൾ കോഡ് വരുന്നുണ്ടല്ലേ? റസാൻ എടുത്താലോ കോള്? ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ ഫാമിലി ലൈവ് ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാദി അബ്ദുള്ള അല്ലേ? എവിടുന്നാ വിളിക്കുന്നത് ഫാദി അബ്ദുള്ള? ഇൻഷാ അല്ലാ. അപ്പോൾ 2ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ കൂടെയുള്ള റസാൻ എന്ന മോനാണ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാ. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവരാകുന്ന എന്നതിൻ്റെ ഖുർആൻ ഉപയോഗിച്ച പദം എന്ത്? ചോദ്യം വ്യക്തമായി നാം മനസ്സിലാക്കുന്നത് അല്ലേ? ദീനിയായിട്ടുള്ളൊരു സംരംഭകത്തിൻ്റെ ഭാഗമാകുക എന്നതും കൂടെ ഇൽമു പഠിക്കുക, അതും കൂടെ ആഗ്രഹിച്ചിട്ടാണ് റസാനെ നമുക്ക് ഓരോരുത്തർ വിളിക്കണത് അല്ലേ? കൂടുതൽ പഠിക്കാനും അങ്ങനെ വിജയിക്കണം ദീൻ്റെ മാർഗത്തിൽ. വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഏതായിരുന്നാലും